ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ്ജിറ്റ്. സാംസങ്ങിന്റെ A60 എന്നൊരു ഫോൺ കൂടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതേപോലെ A40 അതിൻ്റെ ഒപ്പം തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സീരീസ് ഇപ്പോൾ ഫില്ലായിരിക്കുകയാണ്. സാംസങ് മിഡ് റേഞ്ചിലേക്ക് ഫോണുകൾ ഇറക്കുന്നു നമ്മൾ കേട്ടിരുന്നു. എന്നാൽ ഇങ്ങനെ ഇറക്കുമെന്ന് വിചാരിച്ചില്ല. നേരത്തെ പിടിച്ചാണ് ഇറക്കിയിരിക്കുന്നത്. ആദ്യം M10 ഇറക്കി, പിന്നെ M20, M30, പിന്നെ ഒരു A സീരീസ് 1 UI ആൻഡ്രോയിഡ് 9 ഒക്കെ വെച്ചുകൊണ്ട് പുതിയൊരു A സീരീസ് ഇറക്കി. A10, A20, A30, A40, A50, A60, A70, A80, ഇപ്പോൾ A90 വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നേരത്തെ 10-15 മോഡൽ ഒരുമിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ മിഡ് റേഞ്ച് പിടിക്കാനുള്ള ശ്രമം തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഗംഭീരമായ ഫോണുകൾ തന്നെയാണ്. എല്ലാം നല്ല സ്മൂത്തായ യൂസർ എക്സ്പീരിയൻസ്, നല്ല റിവ്യൂസ് നേടിക്കൊണ്ട് തന്നെയാണ് മുന്നേറുന്നത്. എങ്കിലും നമുക്കറിയാം, അത്ര കണ്ട് ഇപ്പം മിഡ് റേഞ്ചിൽ ഇപ്പോൾ Redmi Note 7 Pro ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പവർഫുൾ ആണ്. ആ പ്രൈസിൽ അതുപോലത്തെ ഒരു ഫോണൊന്നും ഇറക്കിയിട്ടില്ല. കുറച്ച് കൂടിയ പ്രൈസിലാണ്. ബ്രാൻഡ് വാല്യൂ ഒക്കെ നമ്മൾ പരിഗണിക്കണം. അങ്ങനെ നോക്കിയാൽ തീർച്ചയായിട്ടും തിരക്കേടില്ലാത്ത ഒരു ഫോൺ തന്നെയാണ് എല്ലാതും എന്ന് പറയാം. എന്തായാലും ആ കൂട്ടത്തിലേക്ക് A40യും A60യും കൂടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഗ്ലോബലി അടുത്ത് തന്നെ അവൈലബിൾ ആകുമെന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ ചൈനയിലാണ്. A40 എന്നൊരു ഫോൺ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഫോൺ പക്ഷേ സാംസങ്ങിന്റെ M30 എന്ന് പറയുന്നതിന്റെ ഒരു റീബ്രാൻഡ് വെർഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. പകരം A60 കുറിച്ചാണ് പറയുന്നത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ, അതിനകത്ത് 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ. ഇതാണ് ഇതിന്റെ ഡിസൈൻ സൈഡിൽ അട്രാക്റ്റീവ് ആയിരിക്കുന്നത്. അതായത് LCD ഡിസ്പ്ലേ ആണ്. ഇവിടെ സാംസങ്ങിന്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഇല്ല. പകരം ആ ഡിസ്പ്ലേയിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ ടോപ്പ് ലെഫ്റ്റിൽ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് അതിനകത്ത് 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ വെച്ചിരിക്കുന്നു. ഹൈ റെസൊല്യൂഷനുള്ള ഒരു സെൽഫി ക്യാമറ അടങ്ങിയ നല്ലൊരു 93% സ്ക്രീൻ ടു ബോഡി റേഷ്യോ തരുന്ന നല്ലൊരു ഡിസ്പ്ലേ ഡിസൈൻ. റിയർ സൈഡിൽ പ്ലാസ്റ്റിക് ഡിസൈൻ ആണ്. ഗ്ലാസ് അല്ല, ഗ്ലാസ്റ്റിക് എന്നൊക്കെ പറയുന്ന ഒരുതരം പ്ലാസ്റ്റിക് ഡിസൈൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ കടങ്ങുന്ന ഒരു നല്ല ഡിസൈൻ. പെർഫോമൻസിൽ വരുമ്പോഴും പവർഫുൾ ആണ്. സ്നാപ്ഡ്രാഗൺ 675, നമ്മുടെ Redmi Note 7 Proയിലൊക്കെ കണ്ട ആ പവർഫുൾ ആയ പ്രോസറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 6GB റാമും 128GB സ്റ്റോറേജും വരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ SD കാർഡും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പം നല്ല പവർഫുൾ ആയ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. ക്യാമറയുടെ കാര്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറയാണ്. 32 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 8 മെഗാപിക്സൽ വൈഡ് ആംഗിൾ, 5 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ. ഫ്രണ്ട് സൈഡിൽ 32 മെഗാപിക്സൽ ക്യാമറ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഉണ്ട്. ബാറ്ററി 3500 mAh എന്നാണ് കേൾക്കുന്നത്. സ്വല്പം കുറവായിട്ട് തോന്നി. എങ്കിലും ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ്. നല്ല ഡിസൈൻ, പവർഫുള്ളായ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്, നല്ല കൂടിയ റെസൊല്യൂഷനുള്ള ക്യാമറ സെറ്റപ്പ്, നല്ലൊരു ബാറ്ററി. മൊത്തത്തിൽ നല്ലൊരു സെറ്റപ്പാണ്. ഈ ഒരു ഫോൺ 20,000 രൂപ റേഞ്ചിൽ തന്നെ കിട്ടുകയാണെങ്കിൽ നന്നായി. നല്ല സാംസങ്ങിന്റെ നല്ല പവർഫുൾ ആയ ഒരു ഫോൺ നമുക്ക് ഈ ഒരു റേഞ്ചിൽ കിട്ടുമെന്ന് പറയാം. A50 എന്നൊരു ഫോൺ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഫോൺ നിൽക്കുമ്പോൾ ഈ ഒരു ഫോണിന്റെ ഒരു ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ കുറച്ചുകൂടി പവർ കൂടിയ ഒരു ഫോൺ അതേ പ്രൈസിൽ. കാരണം അതിനുള്ള സൂപ്പർ AMOLED ഡിസ്പ്ലേയും മറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് കൂടും. അപ്പോൾ പ്രൈസ് കൂടാതെ കണ്ട് ഇവിടെ പവർഫുൾ ആയ ഒരു ഫോൺ തരിക എന്നൊരു ഉദ്ദേശത്തിലായിരിക്കണം ഇങ്ങനൊരു ഫോൺ ഇറക്കിയത്. കാരണം ഇവിടെ സ്നാപ്ഡ്രാഗൺ 675ഉം 6GB റാം 128GB സ്റ്റോറേജ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6GB റാമുള്ള Redmi Note 7 Pro ആണെങ്കിൽ പോലും 17,000 രൂപ വരുന്നുണ്ട്. സാംസങ് എന്ന ബ്രാൻഡും കൂടി നോക്കുമ്പോൾ നമുക്ക് 20,000 രൂപ കൊടുത്താലും നഷ്ടം വരില്ല. നല്ല പവർഫുൾ ആയ ഒരു സാംസങ് ഫോൺ നമുക്ക് ഇവിടെ കിട്ടും. 20,000 രൂപയ്ക്ക് ഇന്ത്യയിൽ എത്തണം. അങ്ങനെയെങ്കിൽ നല്ലൊരു പവർഫുൾ ആയ സാംസങ് ഫോൺ ആയിരിക്കും. അപ്പം നല്ലൊരു ഫോണുകൾ ഈ മിഡ് റേഞ്ചിൽ ഗംഭീര കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മിഡ് റേഞ്ച് പിടിക്കാൻ തന്നെ ഉറച്ചുകൊണ്ടാണ് സാംസങ് ഈ ഫോണുകൾ ഇറക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും ചൈനയിൽ ഇങ്ങനെ ഒരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് അടുത്ത് തന്നെ എത്തുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഗ്ലോബലി അവൈലബിൾ ആകുമ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ എന്തായാലും വിശദമായിട്ട് പറയാം. ഇപ്പോഴേക്ക് ഇതൊക്കെയാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ്. എന്തായാലും പവർഫുൾ ആയ ഒരു ഫോണാണ് ഇറക്കിയിരിക്കുന്നത് A60. A40 അതിൻ്റെ ഒപ്പം ഇറക്കിയിട്ടുണ്ട്. അത് സാംസങ് M30യുടെ റീബ്രാൻഡഡ് വെർഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും A60യുടെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, ഒന്ന് വെയിറ്റ് ചെയ്തൊക്കെ വേണമെങ്കിൽ നോക്കിക്കോളൂ. സാംസങ് ഫോൺ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചിലപ്പോൾ ഇതൊരു നല്ല ഫോൺ ആയേക്കാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം.